ഹലോ, വെൽക്കം ടു ദ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചത് മുതൽ നമ്മൾ തുടങ്ങുകയാണ് കമ്പോണൻസ് ഓഫ് SQL. കമ്പോണൻസ് ഓഫ് SQL നമ്മൾ ഏതൊക്കെയാണ് കമാൻഡ്സ് എന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്. ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്, ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്, ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്. ഇത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെയാണ് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്, DDL എന്ന് പറയും. നമ്മൾ മുന്നേ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ സ്റ്റുഡൻറ്റ് ടേബിൾ, ടീച്ചർ ടേബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണ്ടായിരുന്നു. അതിൽ അഡ്മിഷൻ നമ്പർ, നെയിം, അങ്ങനെ കുറേ കാര്യങ്ങളുള്ള ഡാറ്റയൊക്കെയുള്ള സ്റ്റുഡൻറ്റ് ടേബിൾ നമ്മൾ കണ്ടു. അപ്പോൾ ഇതുപോലെയുള്ള ടേബിൾസിലാണ് നമ്മൾ മാനിപ്പുലേഷൻസൊക്കെ ചെയ്യാൻ ഈ SQL യൂസ് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ടേബിൾ എങ്ങനെ ഉണ്ടായി? ഇപ്പോൾ സ്റ്റുഡൻറ്റ് ടേബിൾ, അതിൽ അഡ്മിഷൻ നമ്പർ ഉണ്ട്, നെയിം ഉണ്ട്, ബാച്ച് കോഡ് ഉണ്ട്, റിസൾട്ട് ഉണ്ട്, ഇങ്ങനെയുള്ള ഡാറ്റകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ടേബിൾ എങ്ങനെയാണ് ക്രിയേറ്റ് ആയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതുണ്ടായത്? അപ്പോൾ അതിന് എന്താ വേണ്ടത്? അങ്ങനെ ഒരു ടേബിളിനെ അവിടെ ക്രിയേറ്റ് ചെയ്തത് കൊണ്ടാണ് അങ്ങനെ ഒരു സ്റ്റുഡൻറ്റ് ടേബിൾ അവിടെ ഉണ്ടായതും, അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിൽ അഡ്മിഷൻ നമ്പർ 101, 102 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നതൊക്കെ. അപ്പോൾ ഈ DDL എന്ന് പറയുന്ന കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡാറ്റാബേസസിൻ്റെ ആയിട്ടുള്ള ഒബ്ജക്റ്റുകളെ ക്രിയേറ്റ് ചെയ്യാനും റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ മോഡിഫൈ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുക, ടേബിൾസ് മോഡിഫൈ ചെയ്യുക, ടേബിൾസിനെ ഡിലീറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് DDL കമാൻഡ്സ് യൂസ് ചെയ്യുന്നത്. ടേബിളിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളല്ല, അങ്ങനെയുള്ളൊരു ടേബിൾ അവിടെ ക്രിയേറ്റ് ചെയ്യാനും ഇനി ആ ടേബിളിലെ എന്തെങ്കിലും അപ്ഡേഷൻസ് വരുത്താൻ, ഇപ്പോൾ ഒരു എക്സ്ട്രാ കോളം കൂടെ ആഡ് ചെയ്യണം, അങ്ങനെയൊക്കെ മോഡിഫിക്കേഷൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഇന്ന കോളത്തിൻ്റെ ഡാറ്റ ടൈപ്പുകൾ ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടേബിൾ നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ആ ഒരു ടേബിളിനെ ഡിലീറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ചെയ്യാനാണ് DDL കമാൻഡ്സ് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡെഫിനിഷൻ നോക്കാം. DDL is a component of SQL that provides commands to deal with the schema definition of the RDBMS. നമ്മളുടെ ടേബിളിൻ്റെ സ്കീമ ഡെഫിനിഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ DDL കമാൻഡ്സ് യൂസ് ചെയ്യുന്നത്. ഇനി DDL commands are used to create, modify and remove the database objects such as tables, views and keys. ടേബിൾസ്, അതുപോലെ വ്യൂസ്, കീസ്, ഇതുപോലുള്ള ഡാറ്റാബേസ് ഒബ്ജക്റ്റുകളെ ക്രിയേറ്റ് ചെയ്യാനും അവയെ മോഡിഫൈ ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് DDL കമാൻഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഏതൊക്കെ കമാൻഡ്സ് ആണ് DDL കമാൻഡ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നോക്കാം. ദ കോമൺ DDL കമാൻഡ്സ് ആർ ക്രിയേറ്റ്, ഓൾട്ടർ ആൻഡ് ഡ്രോപ്പ്. ഈ 3 കമാൻഡ്സ് ആണ് നമ്മൾ DDL കമാൻഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ക്രിയേറ്റ് എന്ന് പറയുന്നത് ടേബിളിനെ ക്രിയേറ്റ് ചെയ്യാനും, ഓൾട്ടർ എന്ന് പറയുന്നത് ടേബിളിനെ മോഡിഫൈ ചെയ്യാനും, ഡ്രോപ്പ് എന്ന് പറയുന്നത് ടേബിളിനെ ഡിലീറ്റ് ചെയ്യാനുമായിട്ടാണ് യൂസ് ചെയ്യുക. ഇനി നെക്സ്റ്റ് ആണ് ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്, DML എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്തു, ടേബിൾ മോഡിഫൈ ചെയ്തു, ടേബിൾ ഡിലീറ്റ് ചെയ്തു എന്നൊക്കെ DDL യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ക്രിയേറ്റ് ചെയ്ത ടേബിളിൽ DDL കമാൻഡ് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തൊരു ടേബിളിൻ്റെ ഉള്ളിൽ ഡാറ്റാസ് വരണം. 101 ഇന്ന പേര്, ഇന്ന ബാച്ച്, ഇന്ന റിസൾട്ട്, അതുപോലെ 103 ഇന്ന പേര്, ഇന്ന ബാച്ച്, ഇന്ന റിസൾട്ട്, ഇങ്ങനെ ഓരോരോ റെക്കോർഡുകൾ അതിൽ വരുന്നില്ലേ, ഓരോരോ ടപ്പിൾസ് അതിൽ വരണില്ലേ. അപ്പോൾ ഒരു ടേബിളിൻ്റെ ഉള്ളിലുള്ള ഡാറ്റേനെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ടാണ് DML കമാൻഡ്സ് നമ്മൾ യൂസ് ചെയ്യുക. ഈ DML കമാൻഡ്സ് യൂസ് ചെയ്തിട്ട് ടേബിളിൻ്റെ സ്ട്രക്ചറിനെ ഒന്നും നമ്മൾ തൊടുകയില്ല, അതിൻ്റെ ഉള്ളിലുള്ള ഡാറ്റേഴ്സിനെയാണ് നമ്മൾ മാറ്റുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം DML. DML is a component of SQL that enhances efficient user interaction with the database system by providing a set of commands. നമ്മുടെ ഡാറ്റാബേസിനുള്ളിലുള്ള ഡാറ്റാസുമായിട്ട് യൂസേഴ്സിന് ഇൻട്രാക്ട് ചെയ്യാനുള്ള കമാൻഡ്സുകളെയാണ് നമ്മൾ DML കമാൻഡ്സ് എന്ന് പറയുന്നത്. DML permits users to insert data into tables, retrieve existing data, delete data from table and modify the stored data. The common DML commands are select, insert, update and delete.
DML എന്ന് പറയുന്ന കമാൻഡ്സ് യൂസ് ചെയ്തിട്ട് എന്തൊക്കെയാണ് നമുക്ക് സാധ്യമാവുക? ഒരു ടേബിളിൽ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റ് ചെയ്ത ടേബിളിലേക്ക് ഡാറ്റാസിനെ ഇൻസേർട്ട് ചെയ്യുക, അതിലുള്ള ഡാറ്റാസിനെ റിട്രീവ് ചെയ്യുക, അതുപോലെ ചില പെർട്ടിക്കുലർ ഡാറ്റാസിനെ മാത്രം ഡിലീറ്റ് ചെയ്യുക, അതുപോലെ ഡാറ്റാസിൽ എന്തെങ്കിലും അപ്ഡേഷൻസ് വരുത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് DML കമാൻഡ്സ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്കുള്ള കമാൻഡ്സ് സെലക്ട്, ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ്. സെലക്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡാറ്റാസിനെ റിട്രീവ് ചെയ്യാൻ പറ്റും, നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഇൻസേർട്ട് യൂസ് ചെയ്തിട്ട് പുതിയൊരു റെക്കോർഡിനെ അതിലേക്ക് ഇൻസേർട്ട് ചെയ്യാം, പുതിയൊരു ഡാറ്റ അല്ലെങ്കിൽ പുതിയൊരു ടപ്പിളിനെ അതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അപ്ഡേറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡാറ്റേനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. ഡിലീറ്റ് യൂസ് ചെയ്തിട്ട് റോസിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും, റെക്കോർഡിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ടേബിളിനെ അല്ല, അതിൻ്റെ ഉള്ളിലുള്ള ഡാറ്റാസിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് കമാൻഡാണ് DCL, ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്. DCL കൂടുതലായിട്ട് യൂസ് ചെയ്യണത് ഡാറ്റാബേസിൻ്റെ ആക്സസ് കൺട്രോൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ആർക്കൊക്കെ ആ ഡാറ്റാബേസിലേക്കുള്ള ആക്സസ് കൊടുക്കണം, ഏതൊക്കെ വിഡ്രോ ചെയ്യണം, ഏതൊക്കെ എടുത്തു മാറ്റണം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ടും ഡാറ്റാബേസിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് DCL കമാൻഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് വരുന്ന കമാൻഡുകൾ 1 ഗ്രാൻഡ്, 2 റീവോക്ക്. ഈ 2 കമാൻഡുകളാണ് DCL കമാൻഡുകളായിട്ട് നമ്മൾ ഉപയോഗിക്കുക. ഗ്രാൻഡ് എന്ന് പറയുന്നത് ഒരു പേഴ്സണ് അല്ലെങ്കിൽ ഒരു യൂസർക്ക് ഡാറ്റാബേസിൻ്റെ ആക്സസ് അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആൾക്ക് ആ ഡാറ്റാബേസ് ആക്സസ് ചെയ്യാനുള്ള പെർമിറ്റ് കിട്ടും. അതാണ് ഗ്രാൻഡ് എന്ന് പറയുന്ന കമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ആണ് റീവോക്ക് എന്ന് പറയുന്നത്. ആർക്കാണോ ഗ്രാൻഡ് യൂസ് ചെയ്തിട്ടുള്ള ആക്സസ് കൊടുത്തിട്ടുള്ളത് ആ ആക്സസിനെ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് ആക്സസ് അവിടെ കട്ടാക്കാൻ വേണ്ടിയിട്ടാണ് റീവോക്ക് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഗ്രാൻഡ് എന്ന് പറയുന്നത് അലോസ് ആക്സസ് പ്രിവിലേജസ് ടു ദ യൂസർ ടു ദ ഡാറ്റാബേസ്. രണ്ടാമത്തെ റീവോക്ക് എന്ന് പറയുന്നത് വിഡ്രോസ് യൂസേഴ്സ് ആക്സസ് പ്രിവിലേജസ് ഗിവൺ ബൈ യൂസിങ് ഗ്രാൻഡ് കമാൻഡ്. അപ്പോൾ ഇത്രയാണ് DCL കമാൻഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ SQLൻ്റെ കമ്പോണൻസ്, DDL, DML, DCL. ഇവിടെ നമുക്കൊരു ഫിഗറായിട്ട് തന്നിട്ടുണ്ട് കമാൻഡുകൾ ഏതൊക്കെയാണെന്നുള്ളത്. അതിൽ DDLും DMLും DCLും തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ കമാൻഡുകൾ തന്നിട്ട് അത് ഏത് കാറ്റഗറിയിൽ വരുന്നു എന്നുള്ളതൊക്കെ ചോദ്യങ്ങൾ വരാവുന്നതാണ്. അതുപോലെ തന്നെ 1 വേർഡൊക്കെ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാവുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ ഈ കമ്പോണൻസ് എന്ന് പറയുന്ന ഭാഗം കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ തന്നിട്ടുണ്ട്. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ആൻസർ ചെയ്ത് നോക്കുക. ഈ ടൈപ്പിലായിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. നെക്സ്റ്റ് ആണ് വർക്കിംഗ് ഓൺ MySQL കുറച്ച് ഇമ്പോർട്ടൻസ് ആണ്. എന്തുകൊണ്ട് SQL യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ MySQL യൂസ് ചെയ്യുന്നു? കൂടുതലായിട്ടും ഇന്നത്തെ കാലത്താണെങ്കിലും MySQLന് അത്രയും ഡിമാൻഡുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് പറയുന്നത്? MySQL ഈസ് റിലീസ്ഡ് അണ്ടർ ആൻ ഓപ്പൺ സോഴ്സ് ലൈസൻസ്, സോ ഇറ്റ് ഈസ് കസ്റ്റമൈസ്ഡ്. ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് MySQLനെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. പിന്നെയാണ് ഇറ്റ് പ്രൊവൈഡ്സ് ഹൈ സെക്യൂരിറ്റി ടു ദ ഡാറ്റാബേസ്. നമ്മൾക്ക് അറിയാം ഹൈ സെക്യൂർഡായിട്ട് നമ്മുടെ ഡാറ്റാബേസിനെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഡാറ്റാബേസാണ് എന്ത് പറയുന്നത് MySQL എന്ന് പറയുന്നത്. അത്രയും സെക്യൂരിറ്റി എൻഷുർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് പോർട്ടബിൾ ആസ് ടു വർക്ക് ഓൺ മെനി ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആൻഡ് വിത്ത് മെനി ലാംഗ്വേജസ് ഇൻക്ലൂഡിങ് PHP, Perl, C++, Java, etc. പോപ്പുലർ ലാംഗ്വേജസ് ആയിട്ടുള്ള ഏത് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടും ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും പോർട്ടബിളായിട്ട് തന്നെ നമുക്ക് MySQLനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഡിപ്പെൻഡൻസി ഇല്ല, ഇന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇന്ന ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടേ ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല, പോർട്ടബിളാണ്. നെക്സ്റ്റ്, MySQL വർക്ക്സ് റാപ്പിഡ്ലി ആൻഡ് എഫക്റ്റീവ്ലി ഈവൻ വിത്ത് ലാർജ് വോളിയൂം ഓഫ് ഡാറ്റ. നമുക്ക് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ഓപ്പറേഷൻസ് വേണമെങ്കിലും MySQL യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. അത്രയും ഡാറ്റേനെ സ്റ്റോർ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി MySQLനുണ്ട്. നെക്സ്റ്റ് ആണ്, ഇറ്റ് ഈസ് ഹൈലി കോമ്പാറ്റബിൾ വിത്ത് PHP, വൺ ഓഫ് ദ പോപ്പുലർ ലാംഗ്വേജ് ഫോർ വെബ് ഡെവലപ്മെൻറ്റ്. കൂടുതലായിട്ടും വെബ് ഡെവലപ്മെൻറ്റ് യൂസ് ചെയ്ത് വരുന്ന PHP എന്ന് പറയുന്ന ലാംഗ്വേജിനോട് ഹൈലി കോമ്പാറ്റബിളായിട്ട് നിൽക്കുന്നു. പക്ഷേ ബാക്കിയുള്ളതിനും സപ്പോർട്ടീവാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്, ഇപ്പോൾ MySQL ഡാറ്റാബേസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറഞ്ഞു, എങ്ങനെയാണ് ഏതൊക്കെ കമാൻഡുകൾ യൂസ് ചെയ്തിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചു.
ഇനി നമ്മൾ എങ്ങനെയാണ് MySQL നമ്മുടെ സിസ്റ്റത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഓപ്പൺ ആക്കുന്നത്, എങ്ങനെയാണ് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അപ്ഡേറ്റ് ഡിലീറ്റ് ഈ കമാൻഡുകളിലൊക്കെ പറ്റി നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ എങ്ങനെ നമുക്കൊരു MySQL കമാൻഡ് അല്ലെങ്കിൽ MySQL ഓപ്പൺ ആക്കാൻ പറ്റും, ഡാറ്റാബേസ് ഓപ്പൺ ആക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് MySQL എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പ്രോംപ്റ്റ് തന്നിട്ടുണ്ട്, MySQL ഗ്രേറ്റർ ദാൻ സിമ്പിൾ. ഈ പ്രോംപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് കമാൻഡ്സുകൾ എഴുതാനായിട്ട് സാധിക്കുക. മാത്രമല്ല നമ്മുടെ ടെർമിനലിൽ യൂസ് ചെയ്തിട്ടാണ്, ഒരു ടെർമിനൽ ഉണ്ടാവും, ഒരു ബ്ലാക്ക് കളർ, ഇതിവിടെ താഴെ തന്നിട്ടുണ്ട്. ഈ ഒരു ടെർമിനലിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ക്വറിയൊക്കെ എഴുതുന്നത് MySQLൻ്റെ. അപ്പോൾ MySQL ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്ന ഒരു പ്രോംപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ MySQLൻ്റെ കമാൻഡ്സുകൾ എഴുതുക. ഇനി എങ്ങനെ ഈ ടെർമിനൽ, ഈ ബ്ലാക്ക് കളറിലുള്ള ഈ ഒരു വിൻഡോ എങ്ങനെ ഓപ്പൺ ആക്കാൻ പറ്റും? നമ്മുടെ സിസ്റ്റത്തിൽ ആപ്ലിക്കേഷൻസിൽ ആക്സസറീസിൽ ടെർമിനൽ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ടെർമിനലായിരിക്കും വരിക. ഇനി ആ ടെർമിനലിൽ നമുക്ക് പല രീതിക്കുള്ള കാര്യങ്ങൾ ചെയ്യാം ടെർമിനൽ യൂസ് ചെയ്തിട്ട്. അപ്പോൾ MySQLന് വേണ്ടിയിട്ട് ആ ടെർമിനലിനെ മാറ്റണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് MySQL സ്റ്റാർട്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു കമാൻഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. MySQL -u root -p ഇങ്ങനൊരു കമാൻഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റാബേസിലേക്ക് കയറാനായിട്ട് പറ്റും. അതായത് നമ്മുടെ MySQLിലേക്ക് കയറാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ MySQLൻ്റെ ഒരു പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടെർമിനലിൽ ലാസ്റ്റ് കണ്ടോ MySQL ഗ്രേറ്റർ ദാൻ ആ ഒരു പ്രോംപ്റ്റ് വന്ന് നിന്നു. ഇനി നമ്മൾ എന്തും MySQLൻ്റെ കമാൻഡ്സുകളായിട്ടാണ് എഴുതുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ MySQLനെ നമ്മുടെ സിസ്റ്റത്തിൽ ഓപ്പൺ ആക്കുന്നത്. ഇനി ഇപ്പോൾ MySQL നമ്മൾ പ്രോംപ്റ്റ് തുടങ്ങി, അതായത് MySQL നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, MySQLൻ്റെ പ്രോംപ്റ്റ് വന്നു. ഇനിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ MySQLൻ്റെ കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ടിപ്പോൾ നമുക്ക് MySQLനെ എക്സിറ്റ് ചെയ്യണം, നമ്മുടെ ടെർമിനലിൽ നിന്ന് എക്സിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ പ്രോംപ്റ്റിൽ എക്സിറ്റ് അല്ലെങ്കിൽ ക്വിറ്റ് എന്നടിച്ചു കഴിഞ്ഞാൽ നമുക്ക് MySQLനെ അവിടെ ക്വിറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ MySQLിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് എങ്ങനെ നമുക്ക് ഒരു MySQLിൽ ഒരു ഡാറ്റാബേസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ ഒരു ഡാറ്റാബേസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ നമുക്ക് ഡാറ്റാബേസിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ക്രിയേറ്റ് ഡാറ്റാബേസ് എന്ന് പറയുന്ന കമാൻഡാണ് നമ്മൾ യൂസ് ചെയ്യുക, ക്രിയേറ്റ് ഡാറ്റാബേസ്. അപ്പോൾ നമുക്കിവിടെ സിൻടാക്സ് വന്നിട്ടുണ്ട്, എങ്ങനെയാണ് ഒരു ഡാറ്റാബേസിനെ ക്രിയേറ്റ് ചെയ്യുക. ഇതിവിടെ ഒരു ബ്ലൂ കളറിൽ എഴുതിയിട്ടുണ്ട്, ക്രിയേറ്റ് ഡാറ്റാബേസ്, ഡാറ്റാബേസ് നെയിം സെമിക്കോളൻ. ഇങ്ങനെ ആയിരിക്കണം നമ്മളൊരു ഡാറ്റാബേസിനെ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ എനിക്കൊരു ഡാറ്റാബേസ് ഉണ്ട്, എനിക്കൊരു ഡാറ്റാബേസ് ഇപ്പം സ്കൂൾ എന്ന് പറയുന്നൊരു ഡാറ്റാബേസ് ആണ് എന്നുണ്ടെങ്കിൽ എങ്ങനെ എനിക്ക് ആ ഡാറ്റാബേസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? ക്രിയേറ്റ് ഡാറ്റാബേസ് സ്കൂൾ സെമിക്കോളൻ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സ്കൂൾ എന്ന് പറയുന്ന ഡാറ്റാബേസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്രിയേറ്റ് കമാൻഡ് യൂസ് ചെയ്തിട്ടാണ്, ക്രിയേറ്റ് ഡാറ്റാബേസ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് ഡാറ്റാബേസിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഏതാണോ ഡാറ്റാബേസിൻ്റെ പേര് അത് അപ്പുറത്ത് കൊടുക്കുക, സെമിക്കോളൻ ഇടുക. ഇങ്ങനെയാണ് ഡാറ്റാബേസിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണത്. ഇവിടെ സ്കൂൾ എന്ന് പറയുന്ന കമാൻഡ് സ്കൂൾ എന്ന് പറയുന്ന ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫിഗർ 9.2 അതിൽ നോക്കുക, MySQL പ്രോംപ്റ്റ് വന്ന് നിൽക്കുന്നുണ്ട്, അതിൽ ക്രിയേറ്റ് ഡാറ്റാബേസ് സ്കൂൾ സെമിക്കോളൻ ഇത്ര അടിച്ചു കഴിഞ്ഞാൽ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, ക്വറി ഓക്കെ 1 row അഫക്റ്റഡ്. അതിൻ്റെ അർത്ഥം നമ്മുടെ ഡാറ്റാബേസ് സ്കൂൾ എന്ന് പറയുന്ന ഡാറ്റാബേസ് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു. ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ ഇപ്പോൾ സ്കൂൾ എന്ന് പറയുന്ന ഒരു ഡാറ്റാബേസ് അവിടെ ഉണ്ട്. ഇനി അങ്ങനെയുള്ളൊരു സ്കൂളിനെ നമുക്ക് ഓപ്പൺ ആക്കണം, ആ സ്കൂൾ എന്ന് പറയുന്ന ഡാറ്റാബേസിനെ നമുക്ക് ഓപ്പൺ ആക്കണം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക, നെക്സ്റ്റ് ടോപ്പിക്കാണ് ഓപ്പണിംഗ് ഡാറ്റാബേസ്. ഓൾറെഡി നമ്മുടെ സിസ്റ്റത്തിൽ എക്സിസ്റ്റ് ആയിട്ടുള്ള ഡാറ്റാബേസിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡാണ് യൂസ് എന്ന് പറയുന്ന കമാൻഡ്. യൂസ് കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് ഡാറ്റാബേസിനെ ഓപ്പൺ ചെയ്യുക. MySQL gives a command use to open a database. സിൻടാക്സ് എങ്ങനെയാണ്, യൂസ് ഡാറ്റാബേസ് നെയിം സെമിക്കോളൻ. ഏത് ഡാറ്റാബേസ് ആണോ ഓപ്പൺ ആക്കേണ്ടത്,
യൂസ് ഡാറ്റാബേസ് നെയിം സെമിക്കോളൻ എന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഡാറ്റാബേസ് ഓപ്പൺ ആക്കി തരും. ഇപ്പോൾ ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത എൻ്റെ ഡാറ്റാബേസ് ക്രിയേറ്റ് ഡാറ്റാബേസ് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത ഡാറ്റാബേസ് സ്കൂൾ എന്ന് പറയുന്ന ഡാറ്റാബേസാണ്. ഇനി എനിക്ക് സ്കൂൾ എന്ന് പറയുന്ന ഡാറ്റാബേസിനെ ഓപ്പൺ ആക്കണം. ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്താൽ മതി? യൂസ് സ്കൂൾ സെമിക്കോളൻ ഇത്ര ഇട്ടാൽ മതി. അപ്പോൾ എൻ്റെ സ്കൂൾ എന്ന് പറയുന്ന ഡാറ്റാബേസ് അവിടെ ഓപ്പണായി വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഔട്ട്പുട്ട് ഡാറ്റാബേസ് ചേഞ്ച്ഡ് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമുക്ക് വരിക. അതായത് ഓൾറെഡി ഏതെങ്കിലും ഡാറ്റാബേസ് ആയിരിക്കും വർക്കിംഗ് ആയിരിക്കുക. അപ്പോൾ നമ്മൾ യൂസ് സ്കൂൾ എന്നടിച്ചു കഴിഞ്ഞാൽ എൻ്റെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി വർക്കിംഗ് ആയിട്ടുള്ള ഡാറ്റാബേസ് മാറി അവിടെ സ്കൂൾ എന്ന് പറയുന്ന ഡാറ്റാബേസ് വന്നു. അപ്പോൾ അവിടെ ഡാറ്റാബേസ് ചേഞ്ച് എന്ന് പറയുന്ന ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ 2 കമാൻഡ്സ് പഠിച്ചു. ക്രിയേറ്റ് ഡാറ്റാബേസിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡ് പഠിച്ചു. യൂസ് എന്ന് പറയുന്ന കമാൻഡ് പഠിച്ചു. നമ്മുടെ ഡാറ്റാബേസിനെ ഓപ്പൺ ആക്കാനുള്ള കമാൻഡാണ് യൂസ്. ഇനി നമുക്ക് ഷോ എന്ന് പറയുന്ന കമാൻഡ് നോക്കാം. ഷോ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ ഇപ്പോൾ ഞാൻ സ്കൂൾ എന്ന് പറയുന്ന ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു, ഓഫീസ് എന്ന് പറയുന്ന ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു, എംപ്ലോയി എന്ന് പറയുന്ന ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ പല പേരിലുള്ള ഡാറ്റാബേസുകൾ എൻ്റെ സിസ്റ്റത്തിലുണ്ട്. അപ്പോൾ എനിക്ക് നോക്കണം ഏതൊക്കെ ഡാറ്റാബേസുകൾ എൻ്റെ സിസ്റ്റത്തിലുണ്ട് എന്ന് ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഷോ ഡാറ്റാബേസസ് എന്ന് വെറുതെ കൊടുത്താൽ മതി. ഷോ ഡാറ്റാബേസസ് സെമിക്കോളൻ മസ്റ്റാണ്. ഷോ ഡാറ്റാബേസസ് സെമിക്കോളൻ എന്നടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ ഡാറ്റാബേസിൻ്റെയും ലിസ്റ്റുകൾ ഇവിടെ ഫിഗർ 9.3 കാണിക്കുന്ന പോലെ വരും. അപ്പോൾ ഈ ഷോ ഡാറ്റാബേസസ് എന്നടിച്ചപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഇൻഫോർമേഷൻ സ്കീമ, MySQL, സ്കൂൾ, ടെസ്റ്റ് ഇതൊക്കെ എന്താണ് ഡാറ്റാബേസുകളാണ്. അതായത് ആ കമാൻഡ് അടിച്ചപ്പോൾ അപ്പോൾ വന്ന ഡാറ്റാബേസുകളാണ് ഇതൊക്കെ. നമ്മളാണ് ഷോ ഡാറ്റാബേസസ് എന്ന് പറയുന്ന കമാൻഡ് അടിക്കുന്നതെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ ഏതൊക്കെ ഡാറ്റാബേസാണോ ഉള്ളത് അവരുടെ പേരായിരിക്കും വരിക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണേ. എങ്ങനെയാണ് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ ഓപ്പൺ ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ കമ്പോണൻസും നമ്മളിതിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് ചെയ്യാം.